കൽവിന്റെ കഷ്ടങ്ങളായ അനുജന്മാരെ, മരിക്കണമെന്ന ബോധം എനിക്കും നിങ്ങൾക്കും വേണ്ടേ? ഇന്നലെ കണ്ട എത്രയെത്ര ജനങ്ങൾ ഇന്ന് നമ്മളുടെ കൂടെ ഇല്ലല്ലോ. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ വിനാരങ്ങളിൽ എത്രയെത്ര ആൾക്കാരുടെ പേരുകളാണ് ഇന്നാരില്ല എന്ന നാമത്തോടുകൂടി നമ്മുടെ കൂട്ടുകാരന്മാരുടെ പേര് വിളിച്ചു പറഞ്ഞില്ലേ? നമ്മളെ അവസാനമായിട്ട് കുളിപ്പിക്കാനുള്ള വെള്ളം നമ്മുടെ വീടിന്റെ ചാരത്ത് ഓരത്ത് കിടക്കുന്ന കിണറ്റിൽ ഊറി കിടക്കുകയല്ലേ? നമുക്ക് അവസാനമായിട്ട് പുതയ്ക്കാനുള്ള തുണി, നമുക്ക് നമ്മൾ പോകുന്ന ടെക്സ്റ്റൈൽസ് നമ്മുടെ പിതാക്കളെയോ നമ്മുടെ ബന്ധുക്കളെയോ കാത്തിരിക്കുകയല്ലേ? നമ്മളെ അവസാനമായിട്ട് കുളിപ്പിക്കാനുള്ളവർ അളിയാതെ വിളിച്ച് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുകയല്ലേ? അവസാനമായിട്ട് പോകാനുള്ള വാഹനം ജമാഅത്ത് പള്ളിയിൽ നമ്മളെ കാത്തിരിക്കുകയല്ലേ? നമ്മളെ നോക്കിയിട്ട് നമ്മുടെ ഖബർ നമ്മളെ മാടി വിളിക്കുന്നില്ലേ? ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ കീറിപ്പറിഞ്ഞ അമലുമായിട്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. മഹതിമാരെയും മഹാന്മാരെയും സ്നേഹിച്ചാലല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. നമ്മുടെ മുൻഗാമികൾ എത്ര ആൾക്കാരാണ് ഇന്ന് ഖബറിൽ പോയത്? ഈ മുറ്റത്തിന് അസ്ലമിന്റെ കഥ പറയാനില്ലേ? ഇവിടുത്തെ അടിച്ചു വീശുന്ന കാറ്റുകൾക്ക് അസ്ലമിന്റെ മണമില്ലേ? 2 ദിവസം മുമ്പ് ഞാൻ പനവൂർ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇശാഇന്റെ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ കൂട്ടുകാരന്റെ ഖബറെനിക്ക് കാണാൻ കഴിയുന്നില്ല. അതേ പള്ളിയിൽ മുഅദ്ദിനായി നിൽക്കുന്ന പ്രിയപ്പെട്ട വാപ്പാനെ വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്ന വാപ്പാ, നമുക്ക് അസ്ലമിന്റെ അടുക്കലേക്കൊന്ന് പോകാം. ആ മനുഷ്യനതാ ടോർച്ചെടുത്തുകൊണ്ട് എന്റെ കൂടെ വന്നു. ആ ഖബറിൽ എഴുതി വെച്ചിരിക്കുന്നു അസ്ലം ജോഹരി. കണ്ണ് കലങ്ങിപ്പോയി. 5 മിനിറ്റ് എണീറ്റിരിക്കുമോ എന്റെ അനുജന്മാരെ? അതാ അസ്ലമിന്റെ ഖബറിൽ ചെന്നിട്ട് എനിക്ക് ഫാത്തിഹ ഓതാൻ കിട്ടുന്നില്ല. അവനെപ്പോഴും എന്റെ ചാരത്തിൽ നിന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. കൽബകം കദമെങ്ങൾ തീടല്ല പല്ലുമൂടും ഞാൻ കണ്ണീരില്ല. മനസ്സിനും മദീനയില്ല. മനസ്സിനും മദീനയില്ല. പുളകിതമാക്കിയ കാലം ആ മതം കേൾക്കുമ്പോ ഇന്നും അവന്റെ മുഖം ഓർക്കുകയാണ്. ഈ മണത്തരികൾക്ക് അവന്റെ കാൽപ്പാടിന്റെ മണമുണ്ട്. ഇവിടെ വീശുന്ന കാറ്റുകൾക്ക് അവന്റെ ഗന്ധമുണ്ട്. ഇവിടുത്തെ ക്ലാസ് റൂമുകൾക്ക് അവന്റെ കഥ പറയാനുണ്ട്. അവന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് കരയുമ്പോ ഞാനറിയാതെ ചിന്തിച്ചു പോയി, എന്തൊരു ഭാഗ്യം ചെയ്തവനാണ്. എത്ര മഹാനന്മാരായ ഉസ്താദന്മാരുടെ ദുആ കിട്ടിയ പുണ്യമോനാണ്. എന്റെ കൂടെ എത്രയെത്ര മജ്‌ലിസുകളിൽ മധു പാടാമെന്നവനാണ്. ഇന്ന് ഖബറിലല്ലേ? മരിക്കണ്ടേ മോനെ? ഏത് സമയത്താണ് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ മുതഅല്ലിമീങ്ങളെ, മരണമുണ്ടെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും വേണം. നമ്മുടെ ഹൃദയത്തിൽ അസ്ലമുണ്ടാകട്ടെ. നമ്മുടെ കൂടെ നടന്നവനല്ലേ ഈ രാത്രിയിലെ പുന്നപ്പിടി നമ്മളിൽ നിന്ന് ഉയരുമ്പോ, നാളെ സൂര്യൻ ഉദിക്കുമ്പോ ഇവിടെ നിന്നൊരു 10 സ്വലാത്ത് അങ്ങ് മദീനയിലേക്ക് ഉയരണം. അതിന്റെ ബർക്കത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ അസ്ലമിന്റെ ഖബറിലെത്തണം. അസ്സലാത്തു അലന്നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബ്
أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي